ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമുക്കറിയാവുന്ന പോലെ തന്നെ UPI എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് എന്താ പറയുക, അത് UPI ഇറങ്ങിയ സമയത്ത് ആരും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഹിറ്റ് ആവുന്നു. ഇപ്പോൾ പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, UPI EMI. നമുക്ക് ക്രെഡിറ്റ് കാർഡ് EMI എന്നൊക്കെ പറയുന്ന പോലെ തന്നെ UPI EMI വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് UPI ലോഞ്ച് സമയത്ത് നിങ്ങൾക്ക് നോർമലി ഒരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്താൻ, അതായത് നമ്മുടെ നെഫ്റ്റും IMPS ഒക്കെ പോലെ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു സംഭവമായിട്ടാണ് UPI വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ UPI പേയ്മെൻറ്റ്സ് ഇറക്കി, അതായത് നമുക്ക് കാശ് കൊടുക്കുന്നതിന് പകരം UPI ആയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ നമ്മുടെ എന്താ പറയുക UPI ക്രെഡിറ്റ് ലൈൻ ഇറക്കി. അതായത് ഇപ്പോൾ കുറേ ബാങ്കുകളൊക്കെ UPIയിൽ നമുക്ക് ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ലിമിറ്റ് തരുന്ന പോലെ തന്നെ UPI ക്രെഡിറ്റ് ലൈൻ ഉണ്ട്, ICICI ബാങ്കിനും HDFC ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ പരിപാടിയാണ് UPI EMI. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ EMI എടുക്കുന്ന പോലെ, അതായത് നിങ്ങളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോയിട്ട് നിങ്ങളൊരു കടയിൽ പോയിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യില്ലോ, POS മെഷീനിൽ സ്വൈപ്പ് ചെയ്യില്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ എന്താ പറയുക ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കി ഒന്ന് ഷെയർ ചെയ്യാം, മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇപ്പോൾ POS മെഷീനിൽ പോയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ തന്നെ കാണിക്കാറുണ്ട്. നിങ്ങൾ കണ്ടായിരിക്കും ചിലപ്പോൾ EMI 3 മാസത്തേക്ക് അപ്പം തന്നെ കൺവേർട്ട് ചെയ്യാം, 6 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യാം, 8 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യാം, 9 മാസത്തേക്ക് 8 മാസത്തേക്കല്ല 9 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യാം, 12 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ കാണിക്കുന്നത്, നിങ്ങൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേ സെയിം പരിപാടി തന്നെ ഇപ്പോൾ UPIയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ല. ആ ഒരു ഫീച്ചറാണ് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ UPI EMI എന്നിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നോർമൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ മർച്ചൻ്റെ അക്കൗണ്ടിലേക്ക് പോവാണ് ചെയ്യുക. ഈ UPI EMI ഫീച്ചർ വരുമ്പോൾ നോർമലി 10,000 എബോവ് ട്രാൻസാക്ഷൻ ഒക്കെയാണ് പറയുന്നത്. അതിപ്പോഴും കൺഫേം ആയിട്ടില്ല. ICICI ബാങ്ക് ഒക്കെ പറയുന്നത് 10,000 എബോവ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ലോൺ അക്കൗണ്ടിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ലോൺ അക്കൗണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിന്ന് ആ എമൗണ്ട് മർച്ചന്റിലേക്ക് പോവും. എന്നിട്ട് ബാക്കി നമ്മുടെ ബാങ്കിൻ്റെ സൈഡിൽ ആ സാധനം നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്, എത്ര നമുക്ക് EMIയിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് EMI പോലെ തന്നെ, അതേ സെയിം പരിപാടി തന്നെ. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു UPI EMI വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറേ പേരിൽ ഇപ്പോൾ UPI ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറേ പേർക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഈ UPI EMI എന്ന പരിപാടി മോസ്റ്റ്ലി എല്ലാവർക്കും കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ക്രെഡിറ്റ് സ്കോർ ബേസിസ് വരാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ വരും എന്നാണ് ഇപ്പോൾ കേട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ ബാങ്കുകളും ബാങ്കിൻ്റെ സൈറ്റിലൊക്കെ ഓൾറെഡി ഇപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ICICI ബാങ്കിൻ്റെ ഒക്കെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ICICI ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു സ്കാൻ എനി ഞാൻ എൻ്റെ സ്കാൻ എനി മർച്ചന്റ് QR കോഡ് ആൻഡ് പേ ഇൻ EMI കണ്ടു. അതായത് നമുക്ക് QR കോഡ് നോർമൽ പോലെ പേ ചെയ്യാൻ പോലെ ചെയ്തിട്ട് അത് EMIയിൽ പേ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് EMIൻ്റെ അതേ ഫീച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ കൺവേർട്ടിംഗ് UPI ട്രാൻസാക്ഷൻ ഇൻ ടു ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് ഇൻസ്റ്റൻ്റ്ലി EMI ഫെസിലിറ്റി ഓൺ സ്കാനിങ് ദ QR കോഡ്, ഈസി ട്രാക്കിംഗ് ഓഫ് ലോൺസ്. അതായത് നമുക്ക് ഓട്ടോപേ തന്നെ UPI ത്രൂ തന്നെ ഓട്ടോപേ വയ്ക്കാം. അപ്പോൾ UPI ത്രൂ പേയ്മെൻറ്റ് ത്രൂ തന്നെ ഓട്ടോപേ തന്നെ കട്ടാവും EMI. അപ്പോൾ അതൊരു ഒരു പുതിയൊരു പരിപാടിയാണ്. ഈ UPI ഭയങ്കര അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇൻസ്റ്റന്റ് ഡിസ്ബേഴ്സ്മെന്റ് ആൻഡ് പേയ്മെന്റ് ടു ദ മർച്ചന്റ് അപ്പം തന്നെ കിട്ടും ചെയ്യും. നോർമലി UPIന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മർച്ചന്റ് അക്കൗണ്ടിലേക്ക് വരുമല്ലോ. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ആകുമ്പോൾ നമുക്കൊരു 3-4 ദിവസം ആ ഒരു ടൈം ഫ്രെയിം എടുക്കും നമുക്ക് മർച്ചന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇഷ്യൂ ഇല്ല. മർച്ചൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാലും നല്ലതാണ്, നോർമൽ പോലെ തന്നെയാണ്. ഹാസിൽ ഫ്രീ ഓട്ടോമേഷൻ പ്രോസസ് ഫോർ EMI റീപേയ്മെൻറ്റ്. ക്യുക്കാക്കും, ഭയങ്കര ക്യുക്കാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പേജൊക്കെ സെപ്പറേറ്റ് ഇപ്പോൾ ICICI ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ICICI ബാങ്കിൻ്റെ കൊടുത്തിട്ടുണ്ട്, ICICI ബാങ്ക്, HDFC, NPCI കൊടുത്തിട്ടുണ്ട്. HDFC ഒന്നും കൊടുത്തിട്ടില്ല, ബാക്കിയൊന്നും വന്നിട്ടില്ല. അത് പതുക്കെ വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ അത് എനിക്ക് തോന്നുന്നത് ICICI ബാങ്ക് ഓൾറെഡി അവരുടെ സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണ് അവരുടെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പരിപാടി എല്ലാവർക്കും തുടങ്ങി കേട്ടോ. നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.